നമസ്കാരം. കേരള PSC പുതിയൊരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 2025 ഒരു ഷോർട്ട് ലിസ്റ്റ് ആണ് ഇത്. കേരള വാട്ടർ അതോറിറ്റിയുടെ LD ക്ലർക്കിന്റെ ഷോർട്ട് ലിസ്റ്റ് ആണ്. സ്റ്റേറ്റ് വൈഡ് എക്സാം ആയിരുന്നു. കേരള വാട്ടർ അതോറിറ്റിയുടെ ലോവർ ഡിവിഷൻ ക്ലർക്ക് എക്സാം ആണ്. അപ്പൊ ഈ എക്സാമിന്റെ ആപ്ലിക്കേഷൻ വിളിച്ചത് 2012 ഇതിന്റെ എക്സാം നടത്തിയത് ഒരു 10 വർഷം കഴിഞ്ഞിട്ടാണ്, 2022. പിന്നെ ഇപ്പൊ ഒരു ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഒരു 2.5 വർഷത്തോളം കഴിഞ്ഞിട്ട് ഷോർട്ട് ലിസ്റ്റ് വന്നു 2025. ഇനി മെയിൻ ലിസ്റ്റിന് എത്ര വർഷം കഴിയും എന്ന് നമുക്ക് കണ്ടറിയണം അല്ലെ. മെയിൻ റാങ്ക് ലിസ്റ്റ് വരാൻ എത്ര വർഷം കഴിയും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതുവരെ ഇതിപ്പോ ഒരു 13 വർഷത്തോളം ഗ്യാപ്പ് എടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ വിളിച്ചിട്ട് ഒരു ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് ഒരു 13 വർഷത്തെ ഗ്യാപ്പേ PSC എടുത്തോളൂ. വെറും 13 വർഷമല്ലേ ഉള്ളു അല്ലെ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോ കേരള വാട്ടർ അതോറിറ്റി LD ക്ലർക്ക്, പക്ഷേ കട്ട് ഓഫ് ആണ് രസം. 4 മാർക്കേ ഉള്ളൂ കട്ട് ഓഫ് അല്ലെ. 4 മാർക്കാണ് കട്ട് ഓഫ്, വെറും 4 മാർക്ക്. എത്ര പേര് മെയിൻ ലിസ്റ്റിൽ വന്നു എന്ന് ചോദിച്ചാൽ 355 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. ഒരാള് സപ്ലി ലിസ്റ്റ്, ഒരാള് ഡിസേബിൾഡ് പേഴ്സൺ. എനിക്കൊന്നും ബാക്കി സപ്ലി ഇടാത്തത് 4 മാർക്കല്ലേ മെയിന്. ചിലപ്പോൾ ബാക്കി 0-ന് താഴെയുള്ളവരെ ആയിരിക്കാം അവോയ്ഡ് ചെയ്തത്. അപ്പോ 1 അങ്ങനെ ടോട്ടൽ ഒരു 357 പേരാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. വളരെ ലേറ്റ് ആയിട്ടുള്ള കേരള PSCയുടെ ഒരു ഷോർട്ട് ലിസ്റ്റ് ആണ്. ഇവർ കാത്തിരുന്നത് 13 വർഷം. ഇനിയും കാത്തിരിക്കണം ജോലിക്കും. അതുപോലെ തന്നെ ഇനി മെയിൻ റാങ്ക് ലിസ്റ്റിന് വീണ്ടും വെയിറ്റ് ചെയ്യണം. ഇപ്പൊ ഇത്രയൊന്നും ലാഗില്ല. ഇപ്പൊ വളരെ വേഗത്തിൽ തന്നെ റിസൾട്ടുകളും അതുപോലെ തന്നെ മെയിൻ ലിസ്റ്റുകളും ഷോർട്ട് ലിസ്റ്റുകളും ഒക്കെ വരുന്നുണ്ട്. ഇത്രയും വർഷം ഗ്യാപ്പ് ഒന്നും വരുന്നില്ല. ഇതൊരു 1.5 ഗ്യാപ്പ് ആയിപ്പോയി അല്ലെ. 10 വർഷം അവർ എക്സാമിനും അതിനുശേഷം ഇപ്പൊ ദാണ്ട് ഷോർട്ട് ലിസ്റ്റിന് ഒരു 2.5 വർഷത്തോളം വെയിറ്റ് ചെയ്തു. ഇനി വീണ്ടും വെയിറ്റ് ചെയ്യണം മെയിൻ ലിസ്റ്റ്. അത് കഴിഞ്ഞ് വീണ്ടും വെയിറ്റ് ചെയ്യണം ജോലി കിട്ടാൻ. ജോലിയൊക്കെ കിട്ടുമ്പോഴത്തേക്ക് എന്താകുമോ എന്തോ. ഇപ്പൊ തന്നെ ഇവർക്കൊക്കെ ഇത്ര വയസ്സായി കാണും. പിന്നെ എന്തായാലും ലേറ്റ് ആയിട്ട് ജോലി കിട്ടുവാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും അല്ലെ. അപ്പോ ഈ ജോലിയിൽ ഇപ്പോൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. അപ്പോ ഇനി ഈ ഒരു ലിസ്റ്റുകൾ വെയിറ്റ് ചെയ്യുന്നവരും എല്ലാവരും ജോലിയിൽ ഉൾപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമ്മുടെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ അപ്ഡേഷനും നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ബാച്ച് കോഴ്സുകൾ അവൈലബിൾ ആണ്. ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകളാണ്, പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട്. ഇതുവരെ കേരള PSC നടത്തിയിട്ടുള്ള എല്ലാ എക്സാമുകളും ഓരോ വർഷത്തെ പ്ലേലിസ്റ്റുകളായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി കറണ്ട് അഫയേഴ്സിന് വേണ്ടി പ്രത്യേകം പ്ലേലിസ്റ്റുകൾ ഉണ്ട്. അപ്പൊ താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.